ആക്സിഡന്റ് അല്ല, നമ്മൾ പെട്ടെന്ന് പോവുക. ഓൾറെഡി ലേറ്റ് ആണ്. ഇനി റിയാൽ അല്ലേ? ഒന്നൊന്നായിട്ട് ബക്കറ്റ് ലിസ്റ്റ് ടിക്ക് ചെയ്യാം. ഓക്കെ, കുറച്ച് കണ്ടു കാണിച്ചെടുത്ത് അവർക്ക് ഓടാണ്. നോക്കി സൺസെറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഓടേണ്ടി വരുന്നുണ്ട്. ഓടാ വെച്ചെന്നാ അനിമൽ പ്ലാന്റ് ഒരു സംഭവം വരുമല്ലോ, അത് ഡിസ്കവറി ചാനലാണ്. മറ്റേ മാൻ വേഴ്സസ് വൈൽഡ്, ആ സെയിം ഫീലാണ്. പക്ഷെ ചുട്ടി സൂപ്പർ വർക്കൗട്ട് ആയി. ഇനി നമ്മൾ വ്യൂ പോയിന്റിലേക്ക് നമുക്ക് നോക്കാം. സ്നേഹം മോൾ നമ്മള് പെട്ടെന്ന് ഡിസൈഡ് ചെയ്തു ഒരു ട്രക്കിങ്ങിന് പോവാന്ന്. ആക്ച്വലി രാവിലെ പോവാന്ന് വിചാരിച്ചാണ്. പക്ഷേ സ്നേഹം എണീച്ചില്ല, ഞാനും എണീച്ചില്ല, നമ്മളെ പാരന്റ്സ് എണീച്ചില്ല. അതെ, അതുകൊണ്ട് നമ്മൾ ഈവനിങ് ആക്കാന്ന് വിചാരിച്ചു. നമ്മള് സ്നാക്സ് ഐറ്റം ആയിട്ട് കുറച്ച് ലിച്ച് ഇന്നലെ ഇപ്പം കിട്ടി, അപ്പൊ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഓറഞ്ച് ജ്യൂസും ഫ്രഷ് ഓറഞ്ച് ജ്യൂസും എടുത്തിട്ടുണ്ട്. ആക്സിഡന്റ് അല്ല, നമ്മൾ പെട്ടെന്ന് പോവുകയാണ്. ഇപ്പൊ ഓൾറെഡി ഇവിടെ 4:11 ആയി. എനിക്കൊന്ന് സൺസെറ്റ് എത്ര മണിക്കാ? 5:30 നമ്മൾ തിരിച്ചും എത്തണം. ട്രെക്കിംഗ് പോയിട്ട് അപ്പൊ അല്ലെങ്കിൽ അവിടെ ലൈറ്റ് ഒന്നും ഇല്ല. സോ നമ്മൾ ഈ ലൈറ്റിലേ പോയിട്ട് അവിടെ ട്രെക്കിംഗ് അവിടെ എൻഡിൽ എന്താ കാണുമെന്ന് കഴിയില്ല അല്ലേ? ഇല്ല, എന്താ സൺസെറ്റ് അല്ലാണോ? ഫുൾ ഒമാനാണോ? കൂടുതൽ ചോദിക്കുന്നില്ല. അപ്പൊ അവിടെ എത്തിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ കാണാം. ഞാൻ വലിയ എക്സ്പെക്ട് ചെയ്യണോ? വേണ്ട, ഓക്കെ, വലിയ എക്സ്പെക്ട് ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് നോക്കി നോക്കാം. ഓൾറെഡി ലേറ്റ് ആണ്, പക്ഷെ എനിക്കൊന്ന് 5:30 സൺ സെറ്റ് ആവും. അതിനു മുമ്പ് നമ്മൾ അവിടെ പോവുകയും വേണം, പോയിട്ട് തിരിച്ച് വരെയും വേണം. എന്തായാലും അറിയത്തില്ല എന്തേ തീരുമെന്ന് അറിയത്തില്ല. നമുക്ക് ഓക്കെ. അവിടെ എങ്ങനെ ഇരുട്ടായ ലൈറ്റ് ഉണ്ടാവില്ല, നമുക്ക് തിരിച്ച് വരാൻ പാടായിരിക്കും. ഓക്കെ, തിരക്കുണ്ടോ അവിടെ? ഇപ്പോ വീക്കെൻഡ് ഉണ്ട്, മേബി ചാൻസ് ഉണ്ട്. എനിക്ക് 100% പറയാൻ പറ്റും. ഓക്കെ, സ്നേഹമോൾ രാവിലെ പോയിരുന്നെങ്കിൽ ആൾക്കാർ ഉണ്ടാവില്ല. പക്ഷെ ഈവനിങ് പോകുന്നതുകൊണ്ട് ചിലപ്പോ 1 or 2 എവിടെയെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ആളുണ്ടാവും. നമ്മളിൽ കുറച്ച് ഒമാനി റിയാൽ അല്ലേ ഉണ്ട്, അത് നിങ്ങൾ കാണിച്ചു തരാന്ന് വിചാരിച്ചു. സോ ഇത് ഹാഫ് റിയാലാണ്, 500 പൈസ. പിന്നെ ഇത് ഇവിടുത്തെ 1 റിയാലാണ്. ഇവിടുത്തെ 1 റിയാല് നാട്ടിലത്തെ 233. ഓക്കെ, ഇവിടുത്തെ ഹയസ്റ്റ് നോട്ട് എത്രയാ? 10 വല്ലതും ഉണ്ടോ? സൗദിയിലുണ്ടല്ലോ, നമുക്ക് ഹയസ്റ്റ് എത്രയാ? 500 വരെ ഉണ്ട്. 500 റിയാലാണെന്ന് തോന്നുന്നു സൗദിത്തെ ഹയസ്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ അറിയത്തില്ല, നമുക്ക് നോക്കാം. ഇവിടെ ആക്ച്വലി ഇപ്പൊ ആൾക്കാർ അത്ര ക്യാഷ് ക്യാരി ചെയ്യാറില്ല. ലൈക് നമ്മളെ UPI പോലെ ഇവിടെ ബാങ്കില് അല്ലേ എല്ലാരും മോസ്റ്റ്ലി ആപ്പിൾ പേ എല്ലാം യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇന്നലെ നമ്മൾ ഫെസ്റ്റിനൊക്കെ പോയപ്പോ ഉണ്ടല്ലോ, എല്ലായിടവും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ചിലയിടത്ത് ക്യാഷും ഫോൺ പേ മീൻസ് അവരെ നമ്പർ അടിച്ചു കൊടുക്കുന്നത്. ബാങ്കിൽ വന്നിട്ട് ബാങ്കിന്റെ ആപ്പ് വെച്ചിരുന്നെങ്കിൽ സ്കാൻ ചെയ്യാം, QR കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്യാം. പക്ഷെ നമ്മളുടെ നാട്ടില് ഫോൺ പേ, ഗൂഗിൾ പേ ഉണ്ടാവും അല്ലേ, അതൊക്കെ ഇവിടെ ഒന്നും വന്നിട്ടില്ല. പക്ഷെ അവരുടെ ഓൺ ആപ്പില് ബാങ്ക് മസ്കേറ്റ് ആപ്പിൽ സ്കാൻ ഉണ്ട്. സോ അത് ഇടാം. അപ്പൊ ജസ്റ്റ് ഒന്ന് ബാക്കപ്പിന് വേണ്ടി നമ്മള് ക്യാഷ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്ന് വന്നിട്ടുണ്ട്, OMP പറഞ്ഞിട്ട്. OMP അല്ലേ? OMP പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഗൂഗിൾ പേ പോലെ തോന്നുന്നു. കുറച്ച് മാസങ്ങളുടെ മുമ്പ് വന്നു. പക്ഷെ ആരും ഫുള്ള് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. നമ്മുടെ കാർഡ് അപ്ലോഡ് ചെയ്ത് ടാപ്പ് ചെയ്യാം. നിറയെ ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട്. നോക്കാം. ഇവിടുന്ന് എത്ര മിനിറ്റ് ആ സ്ഥലം?
എന്റെ വീട്ടിൽ നിന്ന് 45 മിനിറ്റ്സ് ആണ്. ഓക്കെ. എത്ര കിലോമീറ്റേഴ്സ് ആക്ച്വലി? 36 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ 45 മിനിറ്റ്സിലെത്തും. എനിക്കൊന്നും അതിന് മുമ്പേ ചിലപ്പോൾ എത്താൻ ചാൻസ് ഉണ്ട്. അയ്യോ, നാട്ടില് ഇത്രയും കിലോമീറ്റേഴ്സ് 2 hours എടുക്കും. In 800 meters, take the exit toward Baydal College Street. ഫുൾ മൗണ്ടൻസ് ആണല്ലേ? മൗണ്ടൻസും ബീച്ചസും ഒരേ സ്ഥലത്തുണ്ടാവും. അതാണ് ഈ സ്ഥലത്തിന്റെ സ്പെഷ്യൽ. റൈറ്റ് സൈഡ് നോക്കിയാൽ മൗണ്ടൻസ് ഉണ്ടാവും, ലെഫ്റ്റ് ആയിരിക്കും ബീച്ച്. ഇവിടുത്തെ ഗവൺമെന്റ് ഉണ്ടല്ലോ, ഇവിടെ പുതിയ ബിൽഡിംഗ് വല്ലതും കെട്ടുന്നെങ്കിൽ എത്ര ഫ്ലോർസ് അങ്ങനെയല്ല ഉണ്ടോ? അങ്ങനെയല്ല, ഒരു സർട്ടൻ ലിമിറ്റ് ഉണ്ട്. അതിന്റെ മുകളിൽ കയറാൻ പാടില്ല. എല്ലാ ബിൽഡിങ്ങിനും ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. സോ ബാക്കിയുള്ളവർക്ക് ഈ മൗണ്ടൻ ഫുള്ളി വിസിബിൾ ആയിരിക്കണം. അതിനെ കവർ ചെയ്ത് വേറൊരു ബിൽഡിങ്ങും സ്കൈ സ്ക്രേപ്പേഴ്സേ കാണില്ല മസ്കറ്റിൽ. അതാണ് ഇവിടെ ഗൾഫിലെ ഒരേ കൺട്രി സ്കൈ സ്ക്രേപ്പർ ഇല്ലാത്ത മെയിൻ റീസൺ അവർക്ക് ഇവരുടെ കൾച്ചറും ഹെറിറ്റേജും സേഫ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഫുൾ സിറ്റി നിങ്ങൾ മൗണ്ടൻസ് കാണും. ലൈക്ക് മെയിൻ സിറ്റിയിൽ എന്തെങ്കിലും കൂടിയും ലൈക്ക് മെയിൻ സിറ്റി ലൈക്ക് മെയിൻ ഏരിയ ആൽക്കുവയർക്കൂറും അവിടെ കൂടി മൗണ്ടൻസ് ഉണ്ടാവും. ചിലപ്പോൾ കുറച്ച് ദൂരം പോയാൽ, സിറ്റിയിൽ നിന്ന് ദൂരം പോയാലേ മൗണ്ടൻസ് ബീച്ചസ് ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ അവിടുന്ന് മൗണ്ടൻസ് നമുക്ക് വന്നിട്ട് ഓരോ ബിൽഡിംഗ് നമ്മളുടെ നേച്ചറിനെ ക്ലോസ് അറിയാൻ പാടാണ്ടിരിക്കാൻ പാടില്ല പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതെ, അത് ഗൾഫിൽ മസ്കറ്റ് കുറച്ച് ഒമാൻ ഡിഫറെന്റ് ആയിട്ട് അറിയണം പറഞ്ഞിട്ട് അത് ചെയ്തിരിക്കും. ഇവിടുത്തെ ബ്യൂട്ടി നഷ്ടപ്പെടാതെ ഓരോ ബിൽഡിങ്ങും ഓരോ റൂൾസ് വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആക്ച്വലി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ മൗണ്ടൻസ്. നേരെ ഫ്ലാറ്റിൽ നിന്ന് തന്നെ സൺറൈസും സൺസെറ്റ് ഒക്കെ. സൺറൈസ് അല്ലേ സൺറൈസ് മൗണ്ടനിൽ കാണാൻ പറ്റും. സൺ ഇങ്ങനെ പൊങ്ങി മൗണ്ടൻ. ആക്ച്വലി നല്ല വ്യൂ ആണ്, ഞാൻ കാണിച്ചു തരാം. സോ രാവിലെ നല്ല യൂഷ്വലായിട്ട് എൻ്റെ എക്സ് കൊളീഗ്സിന്റെ കൂടെ ഞങ്ങൾ വന്നിട്ട് രാവിലെ പോകും. വിന്റർ സീസണിൽ ഇങ്ങനെ എവറി വീക്കെൻഡ് സാറ്റർഡേ വന്നിട്ട് ട്രെക്കിംഗ് പോകുമ്പോൾ രാവിലെ എണീച്ച് ഒരു 4 o'clock അങ്ങനെയൊക്കെ എണീച്ച് സൺറൈസ് ആവണ മുമ്പ് എത്തണം അവിടെ. അപ്പോൾ അവിടെ പോയി ഇരുന്നിട്ട് ഞങ്ങൾ നോക്കും സൺറൈസ്. പക്ഷെ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് അങ്ങനെ പറ്റിയില്ല. അതുകൊണ്ട് ഒരു സൺസെറ്റിന് കൂട്ടുപോകാം, നെക്സ്റ്റ് വീക്കെൻഡ് സൺറൈസിന് കൂട്ടുപോകാൻ പറഞ്ഞിട്ട്. ഇവിടെ ഭയങ്കര ഹൈ മൗണ്ടൻസ് ആണ്. ഇതിലെ കുറച്ച് ഹൈയസ്റ്റ് ആയിരിക്കും, സിറ്റീനെ കാണുന്നതിൽ കുറച്ച് ഹൈ ആയിരിക്കും. സോ എല്ലാം ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര വിശപ്പായിരിക്കും. 8 o'clock അങ്ങനെയൊക്കെ ആവുമ്പോൾ നല്ല ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് പോയി ദോശ പൊങ്കലൊക്കെ ഇരുന്ന് കഴിക്കും. നല്ല ചട്നി സാമ്പാർ. സണ്ണ് ഇറങ്ങുന്നത് തോന്നുന്നു. നമ്മള് ടൈമിൽ എത്തുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ബയോലുമിനസൻസ് കണ്ടു. അതെ, അത് വീഡിയോ എടുത്തില്ല അത് നമ്മള് ഇല്ല വ്ലോഗ് എടുത്തില്ല, സ്റ്റോറി മാത്രമേ ഇട്ടുള്ളൂ. നെക്സ്റ്റ് ഫസ്റ്റ് ട്രെക്കിംഗ് ആബിയുടെ നോക്കാം. ഇനി നിറയെ ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്നൊന്നായിട്ട് പോവാം, ഒന്നൊന്നായിട്ട് ബക്കറ്റ് ലിസ്റ്റ് ടിക്ക് ചെയ്യാം. ഓക്കെ 9 minutes 8 kilometers. എത്താറായോ? 8 kilometers എന്ന് പറഞ്ഞതാ. 8 kilometers ഇവിടെ എത്ര നേരത്തിലെത്തും? 8 minutes. ഓക്കെ. ആക്ച്വലി റോഡ് മോശം നന്നായിട്ടുണ്ടല്ലോ, വലിയ മോശമൊന്നുമല്ല. മൗണ്ടൻസിനൊക്കെ ഇവര് ബിറ്റ്വീൻ ഇടിച്ച് പ്രോപ്പറായിട്ട് വണ്ടി പോകേണ്ട രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡ് മൗണ്ടൻസ് നമ്മൾ ഇടിക്കില്ലേ സ്ക്രേപ്പ് ചെയ്യുമ്പോൾ, എന്നിട്ട് അതിൻ്റെ സിമ്മൻ ഇടും. എന്നിട്ട് പിന്നെയും ആ സെയിം മണ്ണ് തന്നെ അവരെടുത്ത് പിന്നെയും വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ആ സെയിം കളർ കിട്ടാൻ വേണ്ടി. മൗണ്ടൻ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗോൾഡൻ ആറാണോ? ഗോൾഡൻ ആർ മൗണ്ടൻസ് ഇപ്പൊ നല്ല ക്രോസ് ചെയ്താണോ? പ്ലീസ് എന്നെ വിട്ടു കേറിയോളൂ. അവിടെ നിങ്ങൾക്ക് ഒരു സ്നീക്ക് പീക്ക് കിട്ടി, കാണാൻ പറ്റിയില്ല. അത് ലേക്കാണോ? എന്ത് ഓഷനാണല്ലേ? ഇവിടെ അറിയിട്ടുണ്ടോ മാപ്പിലോ? അതെ, ഓ സീ ആണല്ലേ. ഇവിടെയൊക്കെ ആൾക്കാർ ബോട്ട് യൂസ് ചെയ്തിട്ട് ബോട്ട് റൈഡ് ഒക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാർ നിർത്തുന്നുണ്ടല്ലേ.
ഇപ്പൊ വെതർ നന്നായിട്ടിരിക്കുന്നുണ്ട് എല്ലാവരും ബോട്ട് റൈഡ് നമ്മൾ വേണമെങ്കിൽ നെക്സ്റ്റ് വീക്കോ അങ്ങനെ അച്ഛൻ അമ്മാനെ കൂട്ട് വന്ന് ജസ്റ്റ് ബോട്ട് റൈഡ് പോലെ പോവാം. ഓക്കെ. അയ്യോ അതിൽ ഒമാനിയാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റിക്കർ കണ്ടാൽ മതി. എങ്ങനെ ഗ്ലാസ്സിൽ ഒട്ടിച്ചിരിക്കണേ? ഒമാന്റെ ഫ്ലാഗ് ഉണ്ട് അത്. പക്ഷെ അതിലാണ് പ്രൊട്ടക്ട് ചെയ്ത് പോവാ. പക്ഷെ അത് 2 വേ ആണ്. പക്ഷെ കുറച്ച് ചെറിയ ലെയിൻ ആണ്. അതുകൊണ്ട് പെട്ടെന്ന് ആരെങ്കിലും അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്നാൽ നമ്മൾ അറിയില്ല. ഇയാള് ഫ്രണ്ടില് പോകുന്നതുകൊണ്ട് ഇപ്പൊ ഇത്ര നേരം വന്നല്ലേ, അപ്പൊ ഇനിയൊരു കാർ സ്പീഡായിട്ട് വന്നാൽ നമ്മൾ അറിയില്ല. അതുകൊണ്ട് അയാളുടെ ഫ്രണ്ടിൽ പോകുന്നതുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്ത് പോവാ അയാൾക്ക്. ഓൺ ദ വേ ഒരു ഒമാനി സ്കൂളൊക്കെ കണ്ടു. അക്ഷയ ഉണ്ടായിരുന്നെങ്കിൽ പ്രോപ്പറായിട്ട് റിപ്ലൈ തന്നാണ്. അളന്ന് നിർത്തിയ അല്ല റൈറ്റ് എടുക്കുന്നോ? ആളവിടെ നിർത്തി. ഇത്ര നേരം പോയത് നല്ല കയറ്റാണല്ലേ. ഇത് യൂഷ്വലി വേറെ മോഡിലിടും. പക്ഷെ എന്റെ അടുത്ത് ആ മോഡ് ഉണ്ടോ എനിക്ക് അറിയില്ല. ഇങ്ങനെ ഇറങ്ങി പോവാ താഴെ. എത്ര വലിയ ഷെല്ല് കണ്ട കയ്യിലെടുത്തത്. എന്തോന്ന് എത്ര വലിയ ഷെല്ല് കണ്ട കയ്യില്. ചെറുക്കണാണ് അതൊക്കെ ഇവിടെ കിട്ടുന്നതാ. എന്റെ വണ്ടി കറയണു എന്റെ വണ്ടി കറയണു. കറയണ്ട പ്ലീസ് പോയി ചേരും. അതിന്റെ പിന്നെ എന്റെ വണ്ടി വീൽസ് പോണ ടൈമാ. അയ്യോ ടയറേ. നിങ്ങളിപ്പ ഒരു വ്യൂ പോയിന്റ് കാണിക്കാം. പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് അപ്പുറത്ത് പോണം നമ്മൾ. ഇല്ലെങ്കിൽ നമ്മൾ താഴെ പോവാൻ ടൈമോ. ഇവിടെ അവിടെ വലിയ കല്ലുണ്ട് നോക്കിട്ട് ഇവിടെ ഇട്ടിട്ട് ബാഗ് എടുക്കല്ലേ. ജാക്കറ്റ് വേണോ? വേണം വേണം. നമുക്കെല്ലാം എടുത്തിട്ട് ഇപ്പം നമ്മള് ഇവിടെ എത്തി. ഇനി സ്നേഹം എന്തോ ഒരു വ്യൂ പോയിന്റ് കാണിക്കാന്ന് പറഞ്ഞു. ഇവിടെ എന്താ സംഭവം? എന്താ പറയൂ. എന്ത് സർപ്രൈസ് ആണ്? ഓക്കെ കുറച്ച് കണ്ടു. പെട്ടെന്ന് വന്നിട്ട് നമ്മൾ അങ്ങനെ താഴെ ഇറങ്ങാം. നമ്മള് കാണിച്ചെടുത്ത് അവർക്ക് കാണിച്ചെടുത്ത്. ഇതാണ് സ്ഥലം. പക്ഷെ അവിടെ കയറി പോവാ. പക്ഷെ അതിന് നന്നായിട്ട് അറിയും. ഇതാണ് സ്ഥലം. അതെ അതെ അവിടെ ബോട്ടൊക്കെ ഉണ്ട്. വ്യൂ സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. നിറയെ ആൾക്കാരുണ്ട് ഇപ്പോ. ശരി പോ താഴെ പോ താഴെ വരും കാണിക്കാം. ഇവിടെ ആൾക്കാർ ടെൻ്റൊക്കെ കൊണ്ടുവന്ന് സ്റ്റേ ചെയ്യല്ലേ? വണ്ടിയുടെ മേളിലൊക്കെ ലൈക്ക് മേളില്. ഇവിടെ എന്താ സൺ സെറ്റിന്റെ വ്യൂ ആണോ? ഓക്കെ. ഇവിടെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് പോയി നോക്കാം. ബാക്കിൽ നിങ്ങൾക്ക് കാണാലോ. സ്പീഡ് പോണോ? ഓക്കെ ഓടാണ്. ഓക്കെ നോക്കി നോക്കി കേട്ടില്ല. ഓക്കെ
എനിക്ക് തോന്നുന്നു ഇവിടെ ചുറ്റും ലൈക്ക് വെള്ളമൊക്കെ ഇരുന്ന സ്ഥലം, പണ്ട് വെള്ളം കടലിൻ്റെ അടിയിലായിരുന്ന സ്ഥലങ്ങളായിരിക്കും. മീൻസ് ഇതിൻ്റെ മൗണ്ടൻസിൻ്റെ ഷേപ്പ് ആയാലും ശരി, ഇവിടുത്തെ പ്ലാന്റ്സിൻ്റെ ടെക്സ്ചർ ആയാലും ശരി, അങ്ങനെയാണ് തോന്നുന്നത്. പണ്ട് ഇവിടുത്തെ പ്ലാന്റ്സ് ആയാലും ശരി ഭയങ്കര ഡ്രൈ. ഫസ്റ്റ് ഓഫ് ഓൾ GCC കൺട്രിയാണ്. എന്തായാലും പ്ലാന്റ്സ് ഒക്കെ ഈ ടെക്സ്ചർ ആയിരിക്കും. ഇവിടെ മഴ പെയ്യോ? ഇവിടെ 2 സ്ഥലത്തൂടെ പോവാം. ഏത് വഴി പോകണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് സ്നേഹമോൾ എങ്ങനെയോ ഡിസിഷൻ എടുത്തിട്ടുണ്ട്. എങ്ങനെ പിങ്കി എങ്ങനെയാണോ? 2 സെയിം ആണോ? ലെഫ്റ്റ് ഉറപ്പാണോ? ഓക്കെ. സൺസെറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഓടേണ്ടി വരുന്നുണ്ട്. ഓടെയാണ്. ഇത്ര നേരം ഓടാ വെച്ചെന്നാ അല്ലേ? ഇനി സ്ട്രൈറ്റ് ആണ് ഫുൾ ആയിട്ട്. ആൾക്കാരുണ്ടോ അറിയത്തില്ല, പക്ഷെ സൂപ്പർ വ്യൂ ആണ്. നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. ഇപ്പത്തേക്ക് എന്താ വ്യൂ കാണിക്കാം. ഇതുണ്ടല്ലോ ലൈക്ക് മറ്റേ നമ്മൾ അനിമൽ പ്ലാന്റിൽ ഒരു സംഭവം വരുമല്ലോ, അത് ഡിസ്കവറി ചാനലാണ്. മറ്റേ മാൻ വേഴ്സസ് വൈൽഡ്. അതെ അതെ. അല്ല പേരെന്താ മറന്നു പോയെന്നാ. ആളെ പേര് മറന്നു. അതെ, ആ സെയിം ഫീലാണ്. അതെ അതെ. ഇതാണ് സ്ഥലം. ഇനി ഫുള്ളായി റീച്ച് ആയിട്ടില്ല, നോക്കാം. പക്ഷെ ചുട്ടി ആരുമില്ല. നമ്മള് വണ്ടി അതിന്റെ മേലാണ് കൊണ്ടെടുത്ത്. അതെ 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 അതെ. അതിനും കുറച്ച് ക്രോസ് ചെയ്തിട്ടാണ്. ഇവിടെ ലൈക്ക് മറ്റേ ലെപ്പേർഡ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇല്ല. ഗോട്ടൊക്കെ ഉണ്ടോ? നമ്മൾ ഇത്രയും ദൂരം ഓടിയാണ് വന്നത്. നല്ലൊരു വർക്കൗട്ട് ആയി, സത്യം സൂപ്പർ വർക്കൗട്ട് ആയി. ഇനി നമ്മൾ വ്യൂ പോയിന്റിലേക്ക് നമുക്ക് നോക്കാം. ഇനി ഓടി സൺസെറ്റ് ഇരുട്ടായപ്പോ നമുക്കൊന്നും കാണില്ല, പോവാൻ കൂടിയോ. അതെ, നമ്മളെ ലൈറ്റ് ടോർച്ച് ഒന്നുമില്ല, ഫോണിലെ ഫ്ലാഷ് മാത്രമേ ഉള്ളൂ. അതെ, അതുകൊണ്ട് ഒരു 10 മിനിറ്റ്സ് ഇരുന്നിട്ട് 5:30 സൺസെറ്റ് ആണ്. 5:30 സൺസെറ്റ് അല്ലേ? അതെ, ഇപ്പൊ വെളിച്ചായിട്ടുണ്ട്. കനയിട്ടതുകൊണ്ട് ഇരുട്ടായിരുന്നു നമ്മള്. അതെ, അതുകൊണ്ട് ഒരു 10 മിനിറ്റ്സ് അങ്ങനെ ഇരുന്നിട്ട് തിരിച്ചു പുറപ്പെടും. ചുറ്റും നോക്കിയാ ലൈക്ക് ഫുൾ മൗണ്ടൻസ് ആണ്. ആരുമേ ഇല്ല. എനിക്കൊന്നും ആ വ്യൂ പോയിന്റിലും ആരെയും അങ്ങനെ കണ്ടില്ല അല്ലേ? നമ്മളങ്ങനെ വ്യൂ പോയിന്റിൽ എത്താറായി. നോക്കിയാണ് നോക്കാം. ഫ്രണ്ടിൽ പോട്ടെ. എവിടെങ്കിലും നമുക്ക് കാറിൽ ചേർന്ന് ആൾക്കാരുണ്ടോ? ഏതൊരു ഫാമിലി ഉണ്ട്, ഫുൾ ഫാമിലി. എനിക്ക് ഒരു ബോട്ടിലാണെന്ന് തോന്നുന്നു. സൂപ്പർ ആയിട്ടുണ്ട്. നമ്മൾ മൂവീസിലൊക്കെ കാണത്തില്ലേ, നമ്മൾ പ്രൈവറ്റ് ബീച്ച് ഐലൻഡ് അതേപോലെ ഉണ്ട്. ഫുൾ ബ്ലൂ. അപ്പുറത്ത് പോവാം. ലെഫ്റ്റ് സൈഡ്. ഇവിടെ സൺറൈസ് ഒക്കെ ലൈക്ക് ആ വാട്ടറിൽ നിന്ന് വരും. മൗണ്ടൻസ് ഉണ്ടല്ലോ അവിടെ നിന്ന് വരും സൺറൈസ്. നിങ്ങളുടെ ഗ്ലാസസ് അഴിച്ചു നോക്കിയാ പ്രോപ്പർ ഒരു മൂവി സെറ്റ് പോലെ ഉണ്ട്. അതെ, അവിടെ യോട്ട് ഉണ്ട്. നമുക്ക് ബോട്ട് എടുത്ത് ഇവിടെ വരാല്ലേ? അതെ അതെ, എനിക്കൊന്ന് ഇവരങ്ങനെ വന്നിട്ടുണ്ടാവും. ഇതൊക്കെ ലൈറ്റ് ബ്ലൂ വാട്ടേഴ്സാ. അതെ,
കണ്ണാടി കഴിച്ചല്ലേ അപ്പൊ അറിയൂ. ക്ലിയർ വാട്ടർ ആണ്. ലൈറ്റ് ക്യാമറയിൽ പിക്കപ്പ് ആവോ? ക്യാമറ ജസ്റ്റസ് കാണിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കുറച്ച് അടുത്തോണ്ടേ കാണിച്ചു കൊടുക്കുക. സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ഒരു ഫാമിലി ഇരിക്കും. അവര് ഈ ബോട്ടിൽ നിന്നായിരിക്കും ചിലപ്പം വന്നത്. ആ കാൽ വെക്കാൻ. പക്ഷെ തിരിച്ച് ഷൂ ഇട്ട് സോക്സ് ഇട്ട് പോകുമ്പോ കുട്ടി കുട്ടി ഷെൽസ് ഉണ്ടാവും. നിൽക്കണോണ്ടല്ലേ വെള്ളത്തില്. സത്യം. നമ്മള് വരുമ്പോ സ്പീഡായിട്ട് വന്നു. ഇനി ഒരു 5 minutes കൂടെ ഇവിടെ ഇരുന്നിട്ട് പോകണം. അല്ലെങ്കിൽ അങ്ങോട്ട് തിരിച്ചു പോകണ വഴിക്ക് ഫുൾ ഡാർക്ക് ആയിരിക്കും. നമുക്ക് വേറെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. സ്നേഹ ടൂൾസ് ഒക്കെ സെറ്റപ്പ് ചെയ്യണം. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ഒന്ന് എൻജോയ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോവാം. കൂടുതൽ ആൾക്കാരില്ല, ഭയങ്കര ക്രൗഡഡ് അല്ല. എന്താ പറയാ, ഇപ്പൊ ഒരു ഫാമിലി ലൈഫൊക്കെ ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. ഇന്നലെ നമ്മള് മേടിച്ചതാ. ആരോ ജെറ്റ്സ്കി ഓടിക്കുന്നല്ലേ? ഇനി എനിക്ക് തോന്നുന്നു ഒരു 2-3 minutes ഇവിടുന്ന് പോകണമെന്ന് തോന്നുന്നു. സൺസെറ്റ് ആയി, ഇനി ഡാർക്കായ തിരിച്ചു പോകാൻ ഭയങ്കര പാടായിരിക്കും. എനിക്കൊന്ന് 10 minutes നമ്മൾ നടന്ന് ഓടിയാണ് ഈ സ്ഥലം, ഈ വ്യൂ പോയിന്റിൽ എത്തിയത്. ഓക്കെ, അപ്പം നമുക്കിനി പതുക്കെ ഇവിടുന്ന് ഇറങ്ങാം. സ്നേഹം മോൾ കാണിക്കണം. ബാക്കിലുണ്ടോ? എനിക്കൊന്ന് എല്ലാം എടുത്തെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഈ സ്ഥലത്ത് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം. പിന്നെയും വരാം. അടുത്തവണ വരുമ്പോ കുറച്ച് നേരത്തെ വരാം, അല്ലെങ്കിൽ രാവിലെ വരാം. രാവിലെ വരാം അല്ലേ? അച്ഛൻ അമ്മ അവിടെ വന്നിട്ടില്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ട് വരാം. വേണേ കുളിക്കുകയും ചെയ്യാം. ഓക്കെ, ബൈ ബൈ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവരെന്താ ചെയ്തിരിക്കണേ? നോ ക്യാമ്പിങ്ങോ? ഓ, ഇവിടെ നിന്ന് ഒരു 10 minutes നടന്നാലേ നമുക്ക് നമ്മളെ കാറ് ഇരിക്കുന്ന സ്ഥലം എത്തും. ഓടി വന്നോണ്ട് 10 minutes. തിരിച്ചും പോവാൻ ഒരു 20 minutes ആവും തോന്നുന്നു. നമ്മൾ ഓടിയോണ്ട് നേരത്തെ എത്തി. ഓടാൻ റെഡിയാണോ? മണ്ണ് കഴിഞ്ഞിട്ട് ഓടാം. അത് അവിടെ വെച്ച് സെറ്റ് ചെയ്യണോ? ട്രൈപോഡ് വേണ്ടേ? സ്നേക്ക് നമുക്ക് റീൽ എടുക്കാന്ന് വിചാരിച്ച്. അത് ഇടോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നോക്കാം. റീൽ ഷൂട്ട് ചെയ്യാൻ പോണ അങ്ങനെ ഒരു കുട്ടി റീൽ ഷൂട്ട് ചെയ്തു. എല്ലാം സ്നേഹ കൊടുത്തിട്ടുണ്ട്. സ്നേഹമാണ് എൻ്റെ മാനേജർ. പുള്ളിക്കാരിയാണ് റീൽസും ഫോട്ടോസൊക്കെ എനിക്ക് വേണ്ടി അപ്ലോഡ്. എൻ്റെ മിക്ക വ്ളോഗിന്റെ തംബ്നെയിൽ സ്നേഹമാണ് സെറ്റ് ചെയ്യുന്നത്. എല്ലാ വ്ളോഗിന്റെ ഇപ്പൊ വരെയുള്ള എല്ലാ തംബ്നെയിൽ സെറ്റ് ചെയ്യുന്നത് സ്നേഹമോളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി. അപ്പം നിങ്ങളും ഒരു മാനേജറിനെ കണ്ടുപിടിക്കൂ. മാനേജറാണോ അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ടോ സിസ്റ്ററോ ലൈഫ് പാർട്ട്ണറോ കണ്ടുപിടിക്കൂ. അതെ, വൈബ് ചെയ്യാൻ പറ്റുന്ന സെയിം മൈൻഡ് സെറ്റ് ഉള്ള ആളെ കണ്ടുപിടിക്കൂ. തെറപ്പി സെഷൻ കൊടുത്തോണ്ടിരിക്കുക. അതെ, എനിക്ക് തെറപ്പി ഒന്നും വേണ്ട കേട്ടോ.
അതെ അതെ സെൽഫ് തെറപ്പിയാ. ഞാൻ എല്ലാം സെൽഫ് തെറപ്പി. അതെ ഓക്കെ. ഒരു കാണിച്ചാ നമ്മളെ ബാക്ക് കാണുന്നുണ്ടോ? ലൈക്ക് മൗണ്ടൻസ്, സൺസെറ്റ് നടക്കുകയാണ്. അതെ നമ്മൾ ഇനി ഇവിടെ പതുക്കെ പോവാ. ഇനി കുറെ നടക്കാറുണ്ട്. തുടങ്ങി എനിക്ക് തോന്നുന്നു. അതെ വിളിക്കാൻ തോന്നുന്നു. അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. കുറെ നടക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞ. അതിനിടയ്ക്ക് 2 തവണ ഓടുകയും ചെയ്തു നമ്മൾ റീൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. സ്റ്റാർട്ടിങ്ങിൽ ഓടിയിട്ടാണ് ഞങ്ങൾ വന്നത്, നടന്നൊന്നും വന്നില്ല. ഇന്നലെ ഫുൾ ചീറ്റ് മീൽ ആയിരുന്നു. അതുകൊണ്ട് ഇന്നെല്ലാം ചേർന്നല്ല. ഇന്ന് എല്ലാം ബേൺ ആവട്ടെ. അതെ ഓക്കെ കാണാം. അവിടെ നമ്മൾ പോണ വഴി കാണാം ചേട്ടാ. ലൈക്ക് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ആൻഡ് വ്യൂ സൂപ്പറാണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും ഒമാനിൽ വരുന്നെങ്കിൽ ഇവിടെ ട്രൈ ചെയ്യുക. ഒരിക്കയുടെ സ്ഥലത്തിന് പേരെന്താ? ആ സ്ഥലം തന്നെ. അത് തന്നെ. ആക്ച്വലി ഈ ഹെയർ സ്റ്റൈൽ സൂപ്പർ ആയിട്ടുണ്ട്. ചൂടെടുത്ത് ഓടി റീലൊക്കെ എടുത്തിട്ടുണ്ട്. അത് ട്രെക്കിങ്ങിന് മുടി വിരിച്ചിടാനേ പാടും. ഞാൻ മാത്രമേ വിരിച്ചിട്ടുള്ളൂ. അതിനിപ്പോ കെട്ടി ഒരുവിധം എത്തി ഗൈസ്. നമ്മള് ഇനിയും നടക്കാനുണ്ട്. ഇനിയും നിറയെ നടക്കാം. നമ്മൾ അവിടെ നിന്നാണ് വരുന്നത്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലോ. ഇവിടെ ആരോ ഒന്ന് ക്യാമ്പ് ചെയ്യണം. നമ്മളെത്താറായി. അതിൻ്റെ മേളിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തിരിച്ചെത്താറായി. ഒരു എത്ര 1 കിലോമീറ്റർ ആണോ? ബാക്കിലൊരാൾ വണ്ടി എടുത്ത് തിരിഞ്ഞ് നിന്ന് ആക്ച്വലി നല്ലിട്ടുണ്ട്. ഫൈനലി നമ്മൾ വണ്ടിയുടെ അടുത്തെത്തി. നേതാ കീ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിലാണ്. കിട്ടിയോ? അയ്യോ ഹായ് ഗൈസ്. അപ്പോൾ അങ്ങനെ ഫൈനലി കാറെത്തി. സൂപ്പർ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. ഇപ്പോഴും എന്താ കിതക്കുന്നുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് നൈറ്റ് ഏതെങ്കിലും മോളിൽ പോവാം. ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫൈനലി ഇതാ ഇവിടെ നിന്ന് ഇറങ്ങി ഇതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്ക്രേപ്പ് ചെയ്ത് ഐ തിങ്ക് സിമെന്റ് അടിച്ചിട്ട് അതിന്റെ മേലെ മണ്ണിട്ടുണ്ട്. ഇതും വീഴാണ്ടിരിക്കാൻ, റോക്കോ എന്തെങ്കിലും വീഴാണ്ടിരിക്കാണ്. ഇപ്പൊ എങ്ങനെയാ പോകേണ്ടത്? ലെഫ്റ്റാ നമുക്ക് പോകേണ്ടത്. ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, വെരി ഗുഡ്. ഇത് ഇനി ഒരു വ്യൂ പോയിന്റ് ആണ്. ക്രോസ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ കുറച്ച് റിവേഴ്സ് എടുക്കുകയാണ്. സ്ഥലം ഉണ്ടല്ലേ? പോകാൻ പറ്റും. കയറും വണ്ടി പോകും. വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. സ്റ്റാർസ് നമുക്ക് ആ റെഡ് വണ്ടിക്കോ അതോ റൈറ്റ് വല്ലതും പിടിക്കണോ? റെഡിന്റെ റൈറ്റ് കിട്ടണോ? സംഭവം പോയി നോക്കാം. ഓക്കെ, നമുക്ക് വ്യൂ പോയിന്റിൽ വല്ലതും നോക്കിട്ടാണ്. വ്യൂ പോയിന്റിൽ വെള്ളം ഉണ്ടാവണ്ടോ? കുറച്ചൊക്കെ ഉണ്ടാവും. നോക്കാം. വ്യൂ പോയിന്റ്. പക്ഷെ ഇത് എന്തിനാ ഇത് ഇവര് ഫെൻസ് കെട്ടി വെച്ചിരുന്നത്? പോവാൻ പാടില്ല. ഓക്കെ, ഇതുവരെയും പോയി നിന്നാ ഓക്കെ. ഫോൺ ഇല്ല. ഉണ്ട്. ആക്ച്വലി കുറച്ച് കാണുന്നുണ്ട്. നമ്മൾ വ്യൂ പോയിന്റ് കണ്ടു.
തിരിച്ച് വന്നിട്ടുണ്ട്. ആക്ച്വലി നല്ല വ്യൂ പോയിന്റ് ആണ്. ഇത് ജസ്റ്റ് വന്ന് ഇരിക്കാനാണ്, ലൈക് വ്യൂ പോയിന്റ് അല്ല. നാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ബാർബിക്യൂ ഉണ്ടാക്കായിരുന്നു. അല്ലെ നമുക്ക് വരാം. നമ്മൾ തിരിച്ച് വീടെത്തി ബാക്ക് എടുത്തിട്ടാ പോകണം. ടയർഡായോ? ഇങ്ങനെ ഫൈനലി എല്ലാം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ജസ്റ്റ് പുറത്ത് പോകുന്നുണ്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, നമുക്ക് അടുത്ത വ്ളോഗിൽ പെട്ടെന്ന് കാണാം. ലുലു 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 ബാബ കടികല് കടികല് കടികല്.